ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഭഗവത്ഗീത 15-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം മുതൽ, അല്ലെ 5 അതെ പ്രഭു. 5-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് പഠിക്കാം. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാവിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈർ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. ശ്ലോകം അറിയലും ഒരാൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നിർമാനമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാഃ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസംജ്ഞൈർഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ. യെസ്, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കട്ടെ. വിവർത്തനം ഭാവാർത്ഥം. വൈഹി ശ്രീവൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷനെ സ്വയം സമർപ്പിക്കുന്നതെങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. ഭാവാർത്ഥം. ആത്മനിവേദനത്തിന്റെ പ്രക്രിയയാണ് ഇവിടെ ഭംഗിയായി വിവരിക്കുന്നത്. ഒരാൾക്ക് ആദ്യമായി വേണ്ടുന്ന ഗുണമാണ് അഹംഭാവത്താൽ വിഭ്രാന്തരാകാതിരിക്കുക എന്നത്. പ്രകൃതിക്കധീശൻ താനാണെന്ന ഗർവം വെച്ചു പുലർത്തുന്ന ബദ്ധജീവനെ ഭഗവത് പാദങ്ങളിൽ സ്വയം സമർപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടും. പരമാർത്ഥ ജ്ഞാനം വളർത്തിയെടുത്ത് താനല്ല ഭൗതിക പ്രകൃതിക്കധീശൻ എന്ന് മനസ്സിലാക്കണം. പരമദിവ്യത്വം പുരുഷനാണ് പ്രകൃതിക്കധീശൻ. അഹങ്കാരജന്യമായ വിഭ്രാന്തിയിൽ നിന്ന് മുക്തനായാൽ ഭഗവാനിലുള്ള ആത്മാർപ്പണം ആരംഭിക്കാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബഹുമതി നേടാമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നവർക്ക് പരമപുരുഷനെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല. മായയിൽ നിന്നുളവാകുന്നതാണ് അഹംഭാവം. ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ച് വീണ്ടും പോകുന്നവർ ഈ ലോകത്തിലെ പ്രഭുക്കളാണെന്ന് സ്വയം ഭാവിക്കുന്നത് എന്തൊരു ഭോഷത്വമാണ്. ഇങ്ങനെ ഭാവിക്കുന്നത് കൊണ്ട് അവർ ഏതു കാര്യത്തിലും കുഴപ്പമുണ്ടാക്കുകയും എപ്പോഴും ക്ലേശിക്കാൻ ഇടവരികയും ചെയ്യുന്നു. ലോകം ഈ തോന്നലിലാണ് സഞ്ചരിക്കുന്നത്. ഈ ഭൂമി മനുഷ്യവർഗത്തിന്റെ സ്വത്താണെന്ന് ആളുകൾ കരുതുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഉടമാവകാശത്തിന്റെ പേരിൽ അതിനെ വിഭജിക്കുകയും ചെയ്യുന്നു. മനുഷ്യവർഗത്തിന്റെ ഉടമാവകാശത്തിന് കീഴിലാണ് ഭൂമി എന്ന മിഥ്യാധാരണ ഉപേക്ഷിച്ചേ തീരൂ. എന്നാൽ കുടുംബം, രാഷ്ട്രം, സമൂഹം എന്നിവയെ സംബന്ധിച്ചുള്ള മമതകളും തനിയെ നീങ്ങും. തെറ്റായ ഇത്തരം ബന്ധങ്ങളാണ് മനുഷ്യനെ ഭൗതിക ലോകമാകുന്ന കുടുക്കിൽ പെടുത്തുന്നത്. ഇവയിൽ നിന്ന് മുക്തി നേടിയിട്ട് വേണം ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ. എന്താണ് തന്റേതെന്നും തന്റേതല്ലാത്തതെന്നുമുള്ള അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, വസ്തുക്കളെ അതേപടി അറിയാൻ കഴിഞ്ഞാൽ സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ ആദിയായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. ജ്ഞാനത്തിന് പൂർണ്ണത വരും. ഭഗവാനെ സ്വയം സമർപ്പണം ചെയ്യുവാനും സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകമാണത്. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. ഈ ഒരു ശ്ലോകത്തിൽ ശരണാഗതിയുടെ ആ ഒരു വഴി, പ്രോസസ്സ് എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. നിർമാന മോഹ ജിത സംഘദോഷ. മാന എന്ന് പറഞ്ഞാൽ എന്താ? അഭിമാനം എന്ന് പറയുമ്പോൾ അവിടെ അഹംഭാവം വരുന്നു. അപ്പോൾ ഞാൻ എന്നുള്ള അഹങ്കാരം, അതില്ലാത്തതാണ് നിർമാന മോഹ ജിത സംഘ ദോഷ. അപ്പോൾ അഹങ്കാരം മാത്രമല്ല, അതേപോലെ മോഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയെ തെറ്റായി ധരിക്കുന്നു, തെറ്റിനെ ശരിയായി ധരിക്കുന്നത്. ഞാൻ ഈ ഒരു ലോകത്തിൽ, ഭൗതിക ലോകത്തിലെ എല്ലാ സുഖങ്ങളുമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വിചാരിക്കുന്നു. ഈ ഭൗതിക ലോകമാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു. ഇതിനപ്പുറത്തൊരു സംഭവം, ഇതിനപ്പുറത്ത് ആധ്യാത്മിക ലോകമുണ്ട് എന്നുള്ളതൊന്നും ധാരണയില്ല.
ഇതാണ് പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം തലതിരിഞ്ഞ് വിചാരിക്കുന്നതാണ് മോഹ. നമ്മൾ പറയും വ്യാമോഹം എന്ന് പറയും, അല്ലെങ്കിൽ മോഹ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇലൂഷൻ എന്ന് പറയും. പ്രഭുപാദ് പറയുന്ന എപ്പോഴും പറയുന്ന ഉദാഹരണം കയറിനെ പാമ്പായി ധരിക്കുന്നു. ഇരുട്ടത്ത് കാണുമ്പോൾ കയറ് താഴെ കിടക്കുന്നുണ്ടെങ്കിൽ അത് പാമ്പായിട്ട് നമുക്ക് തോന്നുന്ന പോലെയാണ്. അല്ലെങ്കിൽ ഒരു മരുഭൂമിയിലോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വേനൽക്കാലത്ത് വെള്ളമുള്ളതുപോലെ തോന്നുന്നു. ആക്ച്വലി വെള്ളമുണ്ടോ ഇല്ല. അതേപോലെയാണ് ഇതെല്ലാം എൻ്റേതാണ്, ഇതെല്ലാം ഞാനാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഈ ശരീരം ആണ് എല്ലാം, ഈ ലോകമാണ് എല്ലാം, അങ്ങനെയുള്ള ധാരണകളെല്ലാം ആണ് ഈ ഒരു മോഹ എന്ന് പറയുന്നത്. അപ്പം നിർമാന മോഹ ജിത സംഘദോഷ. അതേപോലെ തന്നെ മോശമായിട്ടുള്ള സംഘം, അസത്സംഗത്തെ ത്യജിച്ചിട്ടുള്ളവർ. അപ്പോൾ അഭിമാനം അല്ലെങ്കിൽ മിഥ്യാഹങ്കാരമില്ലാത്ത വ്യക്തി, അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവമില്ലാത്തവർ. അതുപോലെ നിർമോഹ, മോഹമില്ലാത്തവർ. മോഹം എന്ന് പറഞ്ഞാൽ വ്യാമോഹത്തിൽ നിന്ന് പുറത്തു വന്നവർ. അതുപോലെ സംഘദോഷം, അസത്സംഗത്തിൽ നിന്ന് പുറത്തു വന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കാര്യം പറയുന്നത്. അങ്ങനെയുള്ളവർ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ. ഇനി അങ്ങനെയുള്ളവർ, ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വന്നവർ ഇനി അതായത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നു, അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയത്ത്. അതേപോലെ തന്നെ വിനിവൃത്ത കാമ, ഭൗതിക തലത്തിലുള്ള എല്ലാ കാമം അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും, ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാത്തവർ. ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ. ദ്വന്ദ്ം എന്ന് പറയുന്നത് എന്താണ്? ദ്വന്ദ്ങ്ങൾ, ഇംഗ്ലീഷിൽ ഡുവാലിറ്റീസ് എന്ന് പറയും. അത് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത് സുഖം, ദുഃഖം, മിത്രം, ശത്രു, അല്ലെങ്കിൽ എല്ലാം അങ്ങനെയാണ്. മാന, അപമാനം, ഇതെല്ലാം നിന്ദ, സ്തുതി, ഇതെല്ലാം ദ്വന്ദ്ങ്ങളാണ് അല്ലേ? ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ. ഇപ്പം ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ, സന്തോഷത്തെയും ദുഃഖത്തെയും ഒരേപോലെ കാണുന്നവർ. ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ളവർക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ ഒരു ക്വാളിറ്റി അതാണ്. ഭഗവാൻ എപ്പോഴും ഭഗവത്ഗീതയിൽ ത്രൂ ഔട്ട് പറയുന്ന ഒരു കാര്യമാണ് സമചിത്തമാവണം, സമചിത്തതയിൽ ആയിരിക്കണം അല്ലേ? ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം എന്നുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. സമദുഃഖ സുഖ ക്ഷമി അല്ലേ? അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. ദ്വന്ദ്വേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ ഗച്ഛന്തി അമൂഢ പദം അവ്യയം തത്. അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നിർമാന, മിഥ്യ അഹങ്കാരമില്ലാത്തവർ, അല്ലെങ്കിൽ അഹങ്കാരം, അഭിമാനം ഇല്ലാത്തവർ. അഭിമാനം എന്ന് ഉദ്ദേശിക്കുന്നത് അഹംഭാവം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മോഹ, നിർമോഹ, വ്യാമോഹങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ശരിയായിട്ട് തന്നെ ധരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. അല്ലാതെ അങ്ങനെ ശരിയെ തെറ്റായി ധരിക്കുന്ന അവസ്ഥയല്ലാതെ. അതേപോലെ സംഘദോഷത്തിൽ നിന്ന് പുറത്തു വന്നവർ, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നവർ, ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാത്തവർ, വിനിവൃത്ത കാമ. പിന്നെ അതേപോലെ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ. അങ്ങനെയുള്ളവർ ഇവിടെ പറയുന്നു ഗച്ഛന്തി അമൂഢ പദം അവ്യയം തത്. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് പരമദൈവോത്തമ പുരുഷൻ കൃഷ്ണനെ ശരണം പ്രാപിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പദം അവ്യയം തത്, ആ അവ്യയമായിട്ടുള്ള അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ആ ആധ്യാത്മിക ലോകത്തെ അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ ആധ്യാത്മിക ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ആധ്യാത്മിക ലോകം ആർക്കാണ് ഓപ്പൺ ആവുന്നത്, തുറന്നു വരുന്നത്? ഇതെല്ലാം ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മിഥ്യാഹങ്കാരത്തോടു കൂടി, അഹംഭാവത്തോടു കൂടി, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ഭാവത്തോടു കൂടിയും, അല്ലെങ്കിൽ വ്യാമോഹത്തിലിരിക്കുന്നു, മോശം സംഘം, അതേപോലെ ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങൾ, അതേപോലെ ദ്വന്ദ്ങ്ങളിൽപ്പെട്ട് നമ്മൾ അങ്ങോട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ശരണാഗതി എന്താണെന്ന് അറിയില്ല.
ശരണാഗതി എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആധ്യാത്മിക ലോകത്തിലെ വാതിൽ തുറന്ന് കിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ശ്ലോകത്തിൽ എങ്ങനെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിലെ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നു, അത് ശരണാഗതിയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിൽ പ്രഭുപാദ് എടുത്തു പറയുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അഹംഭാവമാണ്, അഹങ്കാരമാണ്. നമ്മളെല്ലാത്തിനും അഹംഭാവമാണ്. നമുക്ക് ഞാൻ എന്നുള്ള അഹങ്കാരം, മിഥ്യാഹങ്കാരം, ഞാനാണിത് ചെയ്യുന്നത്, എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ഞാനാണ്, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റേതാണ് എന്നുള്ള ആ ഒരു ഭാവം വളരെ അപകടം പിടിച്ചതാണ്. ഇതാണ് നമ്മളെ ഈ ലോകത്ത് പിടിച്ചു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം, അല്ലെങ്കിൽ നല്ല റോളുണ്ട് ഈ കാര്യത്തിന്. ഈ അഹംഭാവം, അതായത് നമ്മളെല്ലാമാണെന്ന് വിചാരിക്കുന്നത്. എന്നാൽ ഭക്തിമാർഗത്തിൽ അത് അപകടം പിടിച്ച സംഭവമാണ്. ശരണാഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിഥ്യ അഹങ്കാരം അല്ലെങ്കിൽ നിർമാന അങ്ങനെയുള്ള അഹംഭാവം ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു, എല്ലാത്തിനും ഭഗവാനെ ആശ്രയിക്കുന്നു. അതാണ് ശരണാഗതി. നമ്മൾ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് സാധിക്കുന്നു. പല ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഭഗവാന്റെ ആവശ്യമില്ല, ഭഗവാൻ അങ്ങനെ ഒരാൾ തന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് തന്നെ വിശ്വാസമില്ല. പിന്നെ അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും ചിലവർ വിചാരിക്കുന്നു ഇതെനിക്ക് സാധിക്കും, ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. എന്നാൽ ശരിയായിട്ടുള്ള ആ ഒരു നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പണിയെടുക്കാതിരിക്കുക എന്നുള്ളതല്ല, പ്രയത്നമില്ലാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ പണിയെടുക്കണം. അതേപോലെ തന്നെ കൂടുതൽ നല്ല രീതിയിൽ ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്യണം. ആശ്രയം നല്ല രീതിയിൽ വേണം. അതേപോലെ നല്ല രീതിയിൽ നമ്മൾ ജോലിയെടുക്കുകയും വേണം. അതായത് ഒന്നും ചെയ്യാതെ നമ്മൾ പറയുന്നു ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്നു, ഞാനൊന്നും ചെയ്യില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയുള്ളൂ, ബാക്കി ഭഗവാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ചെയ്യട്ടെ, ഞാനായിട്ടൊന്നും ചെയ്യില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല, അത് ശരണാഗതിയുമല്ല. അതല്ല ശരണാഗതി. ശരണാഗതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉത്സാഹത്തോടു കൂടി വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ആത്മാർത്ഥതയോട് ചെയ്യുന്നു. കൂട്ടത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രയത്നിക്കുന്നു. അവിടെയാണ് സക്സസ് ഉണ്ടാവുന്നത്. അല്ലാതെ പ്രയത്നമില്ലാതെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം ആവുന്നില്ല. പ്രയത്നത്തിലും ഓർമ്മ വേണം, ഇത് ഞാൻ ചെയ്യുന്നത് ഭഗവാന്റെ ഒരു ബലത്തിലാണ്, ഭഗവാനാണ് എൻ്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ വിജയം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടോ എന്താണെങ്കിലും അത് ആശ്രയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുകളിലാണ്. എന്നാൽ ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരം വിചാരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരം പുഷ്ടിയായി നിർത്താൻ വേണ്ടിയും ആരോഗ്യമൊക്കെ ഉണ്ടാവണമെങ്കിൽ, ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്, വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ തീരുമാനം എടുക്കുന്നു, ഞാൻ എൻ്റെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കില്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് വെള്ളം കുടിക്കില്ല, ഞാൻ ഉപയോഗിക്കില്ല അതിനു വേണ്ടി. വെള്ളത്തിന് വേണമെങ്കിൽ തന്നെ എൻ്റെ വായ്ക്കകത്ത് കയറിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് നേരെ തന്നെ വന്നോട്ടെ എൻ്റെ വായ, ഞാൻ വാ തുറന്നിരിക്കാം, ഭക്ഷണം തന്നെ വരട്ടെ എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അതേപോലെയാണ് നമ്മൾ ജോലിയെടുക്കാതെ അല്ലെങ്കിൽ പ്രയത്നിക്കാതെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രോസസ്സല്ല. സറണ്ടറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരണാഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് എല്ലാം നന്നായി ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായാലും അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കില്ല. കാര്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു ഇതെല്ലാം ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് എന്നെക്കൊണ്ട് എന്നുള്ളത്. നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ആ പ്രയത്നം ചെയ്യുന്നതും ആ ഒരു കാര്യം നടക്കുന്നതും ഭഗവാന്റെ കൃപ കൊണ്ടാണ്, നമ്മുടെ കഴിവ് കൊണ്ടല്ല. അങ്ങനെ നമുക്ക് തോന്നുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ ഭഗവാന്റെ കൃപയാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതാണ് പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ജലദൂത പ്രാർത്ഥനയിൽ എഴുതിയിട്ടുള്ള പോലെ കാഷ്ടേര പൂത്തിലേ ജാത്ത,
നാച്ചാവോ സെ മാത്തേ, നാച്ചാവോ നാച്ചാവോ പ്രഭു, നാച്ചാവോ സെ മാത്തേ. ഓ കൃഷ്ണ, അങ്ങാണ് എന്നെ ഇവിടെ ഈ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങയുടെ കയ്യിലുള്ള വെറും കളിപ്പാവയാണ്. അങ്ങനെ വേണ്ട രീതിയിൽ ഡാൻസ് കളിപ്പിച്ചോളൂ. നാച്ചാവോ, ഡാൻസ് കളിപ്പിച്ചോളൂ, ഞാൻ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാന്റെ ഗൈഡൻസും ഭഗവാന്റെ കാരുണ്യവും അദ്ദേഹം വാങ്ങിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രഭുപാദ് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇല്ല, പ്രഭുപാദ് അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മളന്ന് പ്രഭുപാദിൻ്റെ തിരോഭാവ ദിവസത്തിൽ ചർച്ച ചെയ്ത പോലെ എത്ര കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചെയ്യുന്നതെല്ലാം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്. ഇതാണ് ശരണാഗതി, ഇതാണ് ശരണാഗതി. അപ്പോൾ പ്രഭുപാദ് അതാണ് നമ്മളെ ഇവിടെ ഈ ഒരു ശ്ലോകത്തിലും ഭാവാർത്ഥത്തിലും നോക്കൂ, ഇത്ര മനോഹരമായിട്ടാണ് ശ്ലോകത്തിൽ തന്നെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. കൂട്ടത്തിൽ പ്രഭുപാദ് അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട്. ഭാവാർത്ഥത്തിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇത് എന്നുള്ളത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നു ശരണാഗതിയെക്കുറിച്ച്. ഇപ്പോൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരാവുക എന്ന് പറയുന്നതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ മോശമായിട്ടുള്ള സംഘത്തിൽ നിന്നും നമ്മൾ പുറത്തു വരിക എന്നുള്ളതും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ ഭഗവത് മാർഗത്തിൽ സഹായിക്കില്ല. ആഗ്രഹങ്ങളെ പതുക്കെ നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. പല ആളുകൾക്കും പല നേട്ടങ്ങളും ഭൗതിക നേട്ടങ്ങളും ഉണ്ടാകും. അതെല്ലാം കണ്ട് അസൂയ തോന്നുകയോ അല്ലെങ്കിൽ എനിക്കും എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു കാര്യമല്ല. എന്താണോ നമ്മൾ ഡിസർവ് ചെയ്യുന്നത് അത് ഭഗവാൻ തരുന്നുണ്ട്. ആക്ച്വലി ഡിസർവ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഭഗവാൻ തരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ഭക്തർ. അല്ലാതെ വീണ്ടും നടക്കാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്തിരിക്കുന്നതല്ല ബുദ്ധി. സാധാരണ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം. എനിക്കടക്കം സംഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. പക്ഷേ എന്നാലും ഈ ഒരു ദ്വന്ദ്ങ്ങളിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ പറഞ്ഞു ആ പദം അവ്യയം ആ പരംപദത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ എത്താനുള്ള ക്വാളിഫിക്കേഷനാണിത്. ആ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഭഗവാന്റെ ലോകത്തിലെ ഗോലോക വൃന്ദാവനത്തിലെ വാതിലുകൾ തുറക്കില്ല. അപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വീക്ക്നെസ്സസ് മനസ്സിലാക്കി ആ വീക്ക്നെസ്സസിനെ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിവില്ല, ഭഗവാനെ സാധിക്കുകയുള്ളൂ. ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ശക്തിയും ബലവും എല്ലാം ഭഗവാൻ തരും. അതേ ഉള്ളൂ ഒരു മാർഗം. നമുക്കായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എഫേർട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ്സ്, അതാ പറയുന്നത്, ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് സാധിക്കും. ബാക്കി അദ്ദേഹത്തെ ആശ്രയിച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ശ്ലോകം 6-ാമത്തെ ശ്ലോകം വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഹരേ കൃഷ്ണ. ന തദ്ഭാസ്യതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഭാവാർത്ഥം. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗോലോക വൃന്ദാവനമെന്ന കൃഷ്ണലോകത്തെ ഇവിടെ വർണ്ണിക്കുന്നു.
പരമവ്യോമത്തിൽ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വരുത്തേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശങ്ങളത്രേ. ഈ വിശ്വത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. പരമവ്യോമത്തിലെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിതങ്ങളാണ്. വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാണ് പരമവ്യോമം. ഇത് ബ്രഹ്മജ്യോതിയിൽ എന്നറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രഭാപൂരം പൊഴിയുന്നത് കൃഷ്ണലോകം എന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഈ പ്രഭാപൂരത്തിന്റെ ഒരു ഭാഗം മഹത്തത്വമെന്ന ഭൗതിക പ്രപഞ്ചത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെട്ടിത്തിളങ്ങുന്ന ഭൂരിഭാഗവും വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആധ്യാത്മിക ലോകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ സുപ്രധാനമാണ് ഗോലോക വൃന്ദാവനം. ഇരുളടഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ ജീവസത്തയുടെ ജീവിതം ബദ്ധമാണ്. കീഴ്മേലായി നിൽക്കുന്ന ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് പരമവ്യോമത്തിലെത്തിയാൽ അയാൾ മുക്തനായി. പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ബദ്ധനാവസ്ഥയിൽ ആയിരിക്കെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉടമയെന്ന് അഭിമാനിച്ചാലും സ്വതന്ത്ര അവസ്ഥയിൽ ആത്മാവ് ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായി തീരുന്നു. ശാശ്വതാനന്ദവും ശാശ്വത ജീവിതവും പൂർണ്ണജ്ഞാനവും നേടുന്നു. ഈ അറിവ് കൊണ്ട് നാം പ്രചോദിതരാവണം. ഇതറിഞ്ഞ ഒരാൾക്ക് സത്യത്തിന്റെ തെറ്റായ പ്രതിച്ഛായയിൽ നിന്ന് സ്വയം പുറത്തു കടന്ന് ശാശ്വത ലോകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടാവണം. ഭൗതിക ലോകത്തോട് അതിയായ ആസക്തി ഉണ്ടെങ്കിൽ അത്ര വേഗം അതിനെ വിട്ടൊഴിയാനാവില്ല. കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ക്രമേണ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണാവബോധമുള്ള ഭക്തന്മാരുമായി സഹവസിക്കുകയും അത്തരമൊരു സമൂഹത്തെ തേടി കണ്ടെത്തുകയും വേണം. അങ്ങനെ ഭക്തിയുത ഭഗവത് സേവനം പരിശീലിക്കണം. എന്നാൽ ഭൗതികതയോടുള്ള ആസക്തി മുറിച്ചു നീക്കാൻ കഴിയും. കാവ്യുടുത്തുകൊണ്ട് മാത്രം ഭൗതിക ആകർഷണങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യമല്ല. ഭക്തിയുത ഭഗവത് സേവന കർമ്മത്തിൽ ആസക്തി ഉണ്ടാവണം. യഥാർത്ഥ വൃക്ഷത്തിന്റെ തെറ്റായ പ്രാതിനിധ്യമാകുന്ന ബന്ധനത്തിൽ നിന്നൊഴിയാൻ 12-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെയുള്ള ഭക്തിയുത സേവനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഭൗതിക പ്രകൃതി എല്ലാ പ്രക്രിയകളെയും മലിനപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തിപൂർവമായ ഭഗവത് സേവനം ഒന്നേ തികച്ചും അതീന്ദ്രിയമായുള്ളൂ. പരമം മമ എന്ന വാക്കുകൾക്കിവിടെ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഏതൊരു മുക്കും മൂലയും പരമപുരുഷന്റേതു തന്നെ. എങ്കിലും പരമം, അതായത് 6 ഐശ്വര്യങ്ങളും തികഞ്ഞത് ആധ്യാത്മിക ലോകം അത്രേ. അവിടെ വെയിലോ നിലാവോ നക്ഷത്രങ്ങളോ ആവശ്യമില്ലെന്ന് കഠോപനിഷത്തും പറയുന്നുണ്ട്. ന തത്ര സൂര്യോപാധി ന ചന്ദ്ര താരകം 2.2.15. പരവ്യോമം മുഴുവൻ ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ട് തന്നെ പ്രകാശമാനമാണ്. ഈ പരമധാമം ആത്മസമർപ്പണത്താലല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ആർക്കും പ്രാപ്യമല്ല. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകം കൂടിയാണ്. ആധ്യാത്മിക ലോകത്തിൻ്റെ ഗുണങ്ങൾ, സവിശേഷതകളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. പ്രത്യേകിച്ചും കൃഷ്ണലോകം, ഗോലോക വൃന്ദാവനം. ന തത് ഭാസയതേ സൂര്യോ, അതായത് ആ ലോകം, ഏത് ലോകം? ഗോലോക വൃന്ദാവനം. അവിടെ സൂര്യൻ ഉള്ളത് കൊണ്ടല്ല അവിടെ വെളിച്ചമുള്ളത്. ന ശശാങ്കോ ന പാവക, അതേപോലെ തന്നെ ചന്ദ്രനുമില്ല. പറയുന്ന ബാക്കിയുള്ള എന്താ പറയുക, അഗ്നി ഇല്ല, വല്ല കറണ്ട്. നമ്മളിവിടെ പോലെ നമ്മുടെ വീട്ടിൽ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി കറണ്ട് വേണം, അല്ലേ? കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും വർക്ക് ചെയ്യില്ല, അല്ലേ? സൂര്യനുള്ള സമയത്ത് വെളിച്ചം ഉണ്ടാവും, രാത്രി സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും കാണുപോലുമില്ല. ഇനി കാലത്തെ സമയത്ത് സൂര്യനുള്ള സമയത്തും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈ ലോകം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കറണ്ടും ഇൻ്റർനെറ്റിൻ്റെ മുകളിലാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എന്നാൽ ആ ലോകത്ത്, ഭഗവാന്റെ ലോകത്ത് അതൊന്നുമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ അവിടെ ഓൾറെഡി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സംഭവത്തിൻ്റെ ആവശ്യം വരുന്നില്ല. സൂര്യനും ചന്ദ്രൻ്റെ ആവശ്യം വരുന്നില്ല അവിടെ വെളിച്ചത്തിന് വേണ്ടിയിട്ട്. യത് ഗത്വാന നിവർത്തന്തേ, അവിടെ പോയിട്ടുള്ളവർ, അവിടെ പോകുന്നവർ, ആ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവർ ന നിവർത്തന്തേ, തിരിച്ചു വരില്ല, തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് ഒരിക്കലും വരില്ല. തദ്ധാമ പരമം മമ, അതാണ് എൻ്റെ ധാമ,
എൻ്റെ സ്ഥലം അല്ലെങ്കിൽ എൻ്റെ ധാമം എന്ന് ഭഗവാൻ പറയുന്നു ഇവിടെ. ഭഗവാൻ പറയുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ മനോഹരമായിട്ട് പറയുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണൻ നേരിട്ട് പറയുന്നതാണ് അല്ലേ. ഇപ്പോൾ കൃഷ്ണൻ്റെ ലോകത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ഗോലോക വൃന്ദാവനത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ സൂര്യനും ചന്ദ്രനും ഈ പറയുന്ന പോലെ കറണ്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കാരണം ആ ഗോലോക വൃന്ദാവനം അതിന് ഓൾറെഡി ആ ഒരു ദിവ്യമായിട്ടുള്ള വെളിച്ചവും അല്ലെങ്കിൽ വേണ്ടതെല്ലാം ഉണ്ട്. അതിന് വേറെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ സൂര്യനില്ലെങ്കിൽ ഒന്നും നടക്കില്ല. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. അവർക്ക് ഒരുപാട് റോളുകളുണ്ട്. സൂര്യനില്ലെങ്കിൽ ചൂട്, തണുപ്പ് കൂടി നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. സൂര്യൻ സഹായിക്കുന്നു. ചന്ദ്രനില്ലെങ്കിൽ ഇവിടെ പച്ചക്കറികളും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വളരില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഇവർ രണ്ടുപേരും വളരെ വളരെ അത്യാവശ്യമാണ്. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഇല്ല ഇവിടെ ഈ ലോകത്ത്. എന്നാൽ അവിടെ അങ്ങനെയല്ല. അവിടെ ചന്ദ്രനും സൂര്യനും ഉണ്ടോ എന്നപ്പോൾ ചോദ്യം വരും. അപ്പോൾ അവിടെ എങ്ങനെയാണ് ലീലകൾ, ഭഗവാന്റെ കാലത്തുള്ള ലീലകൾ, രാത്രികളുള്ള ലീലകൾ? അപ്പോൾ രാത്രി രാസലീല സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്നുണ്ട്, അതും കേട്ടിട്ടുണ്ട്. കാലത്ത് കൃഷ്ണൻ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നു, രാത്രിയാവുമ്പോൾ ഗോപികമാരുടെ കൂടെ വേറെ രാസലീല ചെയ്യുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ രാവിലെയും പകലും അവിടെ സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ ഭൗതിക ലോകത്തിലുള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും റോളല്ല അവിടെയുള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും റോള്. അവിടെ സൂര്യനും ചന്ദ്രനും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ലീലകളിൽ സഹായിക്കാൻ വേണ്ടി. ഭഗവാൻ ഒരുപാട് ലീലകൾ ചെയ്യുന്നുണ്ട്. ആ ലീലകൾക്ക് ആവശ്യമാണ് സൂര്യനും ചന്ദ്രനും. അതായത് വെളിച്ചാവുന്നതും അല്ലെങ്കിൽ പകലും രാത്രി എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആവശ്യമുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അങ്ങനെ വ്യക്തികളുണ്ട് അവിടെ. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലെ ഒരു സൂര്യദേവനോ ചന്ദ്രദേവനോ അല്ല. അതെല്ലാം അവിടെ ഭഗവാന്റെ ശാശ്വത ഭക്തരാണ് ആ റോളുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ ഉള്ളത് ഭഗവാന്റെ ലീലകളിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെയുള്ള പോലെ ചന്ദ്രനും സൂര്യനും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. കാര്യം അവിടെ ഗോലോക വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠ ലോകങ്ങൾക്ക് വേണ്ട വെളിച്ചവും അല്ലെങ്കിൽ അവിടെ വേണ്ട എല്ലാം ആവശ്യമുള്ളതെല്ലാം ആ ബ്രഹ്മജ്യോതിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ആക്ച്വലി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നതാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ ജ്യോതി ആണ് ആ വൈകുണ്ഠ ലോകങ്ങൾ മുഴുവനും പ്രകാശം കൊടുക്കുന്നത്. മാത്രമല്ല ബ്രഹ്മജ്യോതിയായിട്ടത് പിന്നെ പുറത്തും വരുന്നുണ്ട്. ആ ബ്രഹ്മജ്യോതി ശരിക്കും പറയുകയാണെങ്കിൽ ആധ്യാത്മിക ലോകത്തിൻ്റെ ഒരു ബോർഡർ വരെ നമ്മൾ പറയും ബ്രഹ്മജ്യോതി ഉണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ഭൗതിക ലോകത്തിലേക്ക് ആ ബ്രഹ്മജ്യോതി കാണുന്നില്ല നമ്മൾ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെയുള്ള സൂര്യനും ചന്ദ്രനും ഒക്കെ ആ ബ്രഹ്മജ്യോതിയിൽ നിന്നുള്ള തന്നെയാണ് അതിൻ്റെ ശക്തി ഭഗവാൻ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ സൂര്യൻ ഉദിക്കുന്നതും ആ ശക്തിയുള്ളതും സൂര്യൻ്റെ ആ ഒരു തേജസ്സും ഒക്കെ ആ പ്രോപ്പർട്ടീസൊക്കെ കിട്ടിയിട്ടുള്ളത് ഭഗവാന്റെ ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ജ്യോതിയിൽ നിന്നാണ്. ബാക്കിയുള്ളതെല്ലാം ഈ ഭൗതിക ലോകത്തിലുള്ളവർക്കൊക്കെ ഈ ഇവിടെയുള്ള സൂര്യനും ചന്ദ്രനൊക്കെ അതിനുള്ള പ്രകാശം കിട്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് ആ റോള് എടുക്കാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നാൽ അവിടെ ഗോലോക വൃന്ദാവനത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ പ്രഭുപാദ് ഓർമ്മിപ്പിക്കുന്നു, ഭഗവാൻ ഇവിടെ പറയുകയും ചെയ്തു, ആ ലോകത്തിലേക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. വരേണ്ട ആവശ്യമൊന്നുമല്ല, വരില്ല എന്ന് പറയുന്നു. ഭഗവാന്റെ അടുത്തേക്ക് ഒരിക്കൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. നമ്മൾ ആരും ഭഗവാന്റെ അടുത്ത് പോയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി പോകാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അവിടേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ എൻട്രി ആവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് നമുക്കറിയാം, എന്തൊക്കെയാണ് നമ്മുടെ യോഗ്യത അവിടെ പോകാനുള്ളത്. അപ്പോൾ യോഗ്യത ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, യോഗ്യതയോടുകൂടി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ സംഭവം നടക്കില്ല ഒരിക്കലും. അതാണ് ആ ലോകം. പിന്നെ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ പറഞ്ഞയച്ചാലേ ഉള്ളൂ. എന്തിനു വേണ്ടി? ഭഗവാന്റെ ലീലയിൽ സഹായിക്കാനോ
പ്രചരണം ചെയ്യാനോ ഭഗവാന്റെ പല മിഷൻസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മളെ അയച്ചാലായി. അല്ലെങ്കിൽ അവിടെ നിന്ന് വീഴുന്ന പ്രശ്നമില്ല. അവിടെ കുറച്ചു കാലം നമ്മൾ ഇരുന്ന് ബോറടിച്ച് അല്ലെങ്കിൽ ഭഗവാനെതിരായിട്ട് നമ്മൾ ചെയ്യുന്നു, അപ്പോൾ തിരിച്ചു വരുന്നു, ആ സംഭവം നടക്കാൻ പോകുന്നില്ല. അതൊക്കെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്തായാലും. അത് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ ഇവിടെ പ്രഭുപാദ് ഓർമ്മിപ്പിക്കുന്നു, ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം കാലം ആ ലോകത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ മുറിക്കണം. കൃഷ്ണാവബോധത്തിലൂടെ മാത്രമേ അതിനെല്ലാം കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രഭുപാദ് പറയുന്നു. അതുകൊണ്ട് എവിടെയാണ് കൃഷ്ണാവബോധം ഉള്ളത്, എവിടെയാണോ ഭക്തരുടെ സംഘമുള്ളത്, എവിടെയാണോ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു അവസരം നമുക്ക് കിട്ടുന്നത്, അവിടെ നമ്മൾ പോകണം എന്ന് ശില പ്രഭുപാദ് പറയുന്നു. നമ്മുടെ മഹാകൃപയാണ്, മഹാകാരുണ്യം, ഭഗവാന്റെ മഹാകൃപയും പ്രഭുപാദിൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ശ്രീല പ്രഭുപാദിൻ്റെ ആ ഒരു കുടുംബത്തിൽ അല്ലേ. കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇതിനും നല്ലൊരു സ്ഥലമില്ല. പ്രഭുപാദ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ തന്നിട്ടുള്ളതിനെ ജീവിതത്തിൽ സ്വീകരിച്ച് അതിനെ ആചരിച്ചാൽ മാത്രം മതി. ഇനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്ക്. അത് നമ്മുടെ മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിച്ചാൽ നമ്മളിനി അവിടെ പോകും, ഭഗവാന്റെ അടുത്തേക്ക് പോകും. പിന്നെ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. അതിന് വേണ്ടിയിട്ടല്ലേ ഈ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ ഭഗവാൻ തരുന്നതും ലീലകൾ ചെയ്യുന്നതൊക്കെ, ഭഗവാൻ ലീലകൾ ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ഇവിടെ തന്നെ ഇരുത്തി ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള യോഗ്യത നേടുവാനും ആദ്യം ആഗ്രഹം വരണം. അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ ആഗ്രഹം വരണം. ആഗ്രഹം വന്ന് പിന്നെ അതിനുള്ള ആഗ്രഹം വന്നാൽ മാത്രം പോരാ. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും, ശരി, ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വന്നാൽ പിന്നെ എന്താണ് അങ്ങോട്ട് പോകാൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ അന്വേഷിക്കും. ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പിന്നെ അത് ഫോളോ ചെയ്യുന്നു. ഫോളോ ചെയ്ത് വരുമ്പോൾ അവിടെ പോകുന്നു, അവിടെ പോകാനുള്ള യോഗ്യത നേടുന്നു. യോഗ്യത നേടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകും. തീർച്ചയായിട്ടും ഭഗവാൻ കാത്തിരിക്കുകയാണ് നമ്മളെ. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ഭഗവത്ഗീത की जय, जगत गुरु शिल प्रभुपाद की जय, समवेत गौर भक्तवृंद की जय, निताय गौर प्रेमानंद. थैंक यू. हरे कृष्णा.